സംഭവം മുറുക്കാം. നമ്മൾ ആദ്യമായിട്ട് കടലമാവ് വേസ്റ്റ് എന്നപ്പോൾ നമ്മൾ കുറച്ച് മുറുക്ക് ആക്കിയതാണ് കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്യണോണ്ട് നമ്മളിതെന്താ നൂൽപുട്ടാണോ എന്ന് സംശയമുണ്ട്. അത് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയ പോലെ പൂപ്പൊരി വരുമെന്നൊന്നും അറിയാൻ പറ്റൂല. ഇവിടെ അമ്മയാണ് കേട്ടോ. ഇതാ ഹായ് കണ്ണാന്നൊക്കെ പറയണ്ട്. മൂപ്പർക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര നാണൊരു ഹായ് കൊടുക്ക്. ഇവര് ചില സംസാരം ഉണ്ടാവും കേട്ടോ, അത് നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഓൺ വോയിസ് കൊടുക്കുക കേട്ടോ. പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മള് ജിലേബി എന്നൊക്കെ പറഞ്ഞു. ജിലേബിന്റെ വേറെ സാധനം കടലമാവ് ജിലേബി, മഞ്ഞപ്പാപ്പു. ഇവിടെ അമ്മയും അമ്മായിയമ്മയും അല്ല മരുമോളൊക്കെ ഒരേ ചിരിയാട്ടോ. ഇതാ ഇവര് രണ്ടാളാണ് ഇപ്പൊ എന്നെ വിളിച്ച് വരുത്തിയത്. ഇങ്ങനെ മിക്സർ ഉണ്ടാക്കുക. പൊടിച്ച മിക്സർ ഉണ്ടാക്കണം. നമ്മളെ വീട്ടില് കടലമാവ് വന്നപ്പോഴേ വെറുതെ വേസ്റ്റ് ആവുകയാണല്ലോ. അപ്പൊ കടലമാവിന്റെ എന്താ ഉണ്ടാക്കി കുറെ ആയി ചോദിക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ തോന്നിയതാ. മിനിയാന്ന് മറ്റേ ഇതുണ്ടാക്കിണ്ടായിരുന്നു നമ്മളെ അമ്മയ്ക്ക് തോന്നി. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഈ വീഡിയോസിൽ പറയട്ടെ, എന്റെ അടുത്ത് പറയണ്ടേ. ഇത് ഇവിടെ നിന്നൊക്കെ ഇവിടെ ചിരിക്കണുണ്ട്. എന്താന്നറിയില്ല, ഒരാള് ഇതിന്റെ അച്ച് താഴ്ത്തി പിടിച്ചപ്പോ മൂട്ടുന്ന് വരുന്നുണ്ട് പറഞ്ഞത് കണ്ടോ. ഇങ്ങനെ ആയിണ്ട്. ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞതാണ്. ഇത് നമ്മൾ ലാസ്റ്റ് പൊടിക്കൂട്ടോ. ഇതാ നമ്മളിനി ചെറു തോന്നിയത് അങ്ങനെ കിടക്കുമ്പോ കുറച്ചിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിലേക്ക് ഇനി കരിവേപ്പില ഇടാൻ പോവാ കേട്ടോ. കരിവേപ്പില കുറച്ച് മുളക് പൊടി ഇടാറുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ മാവിൽ കുഴച്ചു. അപ്പൊ മാവ് കുഴക്കണതിന്റെ മുന്നേ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ കിടക്കുകയായിരുന്നു മേലെ. അമ്മയും പെണ്ണും കാരണം എന്റെ നടുവിനൊന്നും ശരിയാവില്ല എന്ന് തോന്നുന്നു. ഇവര് ഓരോന്നിനും എന്നെ ഇങ്ങോട്ട് ക്യാമറ എടുക്കാൻ വേണ്ടി വിളിക്കുക. എന്താ ചെയ്യാ. അപ്പൊ തന്നെ മാവ് കുഴച്ചെല്ലാം സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തെ ഉപ്പ്, മുളക്, കടല മാവ്, കടല പിണ്ണാക്കെന്നൊക്കെ ഞാൻ പറയാറുണ്ടേ. മഞ്ഞപ്പൊടി, മുളക് പൊടി, എന്താന്ന് പറ. ഉപ്പ്. ആ പറ. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കടലമാവ്, ചൂടുവെള്ളം. ഇനി കരിവേപ്പില ഇട്ടോ കേട്ടോ. കരിവേപ്പില അതിന് കട്ടിയാക്കണ്ട. അപ്പൊ എണ്ണ വീഡിയോ മതി. അമ്മന്റെ ഇങ്ങനെ പരത്തിയിട്ട് ആക്കാനാ ഞാൻ പറഞ്ഞത്. പൊടിക്കണം. നമ്മുടെ ലാസ്റ്റത്തെ ആട്ടോ. ട്രൈ ചെയ്താണ്. എന്തെങ്കിലും തെറ്റുകുറ്റികളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ കടലമാവ് ബാക്കിയുള്ളതുകൊണ്ട് വെച്ച് തട്ടിക്കൂട്ടുണ്ടാക്കിയാണ് ഇത്. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല ചെയ്യണത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താൽ പറ്റുന്നത് അൺസബ്സ്ക്രൈബ് ചെയ്തരുത്. ഒറ്റ വാക്കുള്ളൂ കേട്ടോ. ഇത് നമ്മളെ നൂൽപുട്ടിന്റെ അച്ച് തരുന്ന സാധനം കേട്ടോ. ഇതിനെന്താ പറയാ? അതിന്റെ നൂൽപുട്ടിന്റെ അച്ഛന്റെ സാധനം മാവ് ഉണ്ടാവുമ്പോ ഒരു ഉണ്ടംപൊരി
കടലമാവ് കൊണ്ട് ഉണ്ടംപൊരി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ലാസ്റ്റ് മാവ് കൊണ്ട് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കാണിക്കാം. അത് ചട്ടി മൊട്ടിക്കെ പിടിക്കും. അപ്പൊ സ്പൂൺ കൊണ്ട് എടുത്ത് എണ്ണയ്ക്ക് ഇട്ടാൽ മതി. നമ്മുടെ തൊട്ടിപ്പുറത്ത് കപ്പ നല്ല പൊഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പി നല്ല ചിക്കൻ കറിയും കൂടിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കണം. എന്താ എന്താ ചിക്കൻ കറീന്റെ കളറ്. ഇതിന്റെ അടിയിൽ ഇതാ ഒരു രണ്ടാൾക്കാര് കപ്പയും ചിക്കനും തിന്നിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പിയും നമ്മുടെ ചിക്കൻ കറി എന്താ കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ചെറിയ വീഡിയോ ആട്ടെ, വെറുതെ എടുത്ത വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലേലും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടാ. എന്നാ ശരി, ബൈ ബൈ.